ഹലോ ഗൈസ്, ഇന്ത്യ ഇംഗ്ലണ്ട് നിർണായകമായ 4-ാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ജയിച്ചേ വെക്കൂ. സമനില പോലും ഈ ഒരു സീരീസിലെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ തന്നെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരിക്കും. അതുകൊണ്ട് ജയിച്ചേ തീരുള്ളൂ എന്ന രീതിയിലാണ് ഇന്ന് ഓൾഡ് ട്രാഫോർഡ് മാഞ്ചസ്റ്ററിൽ ഇറങ്ങുന്നത്. പക്ഷേ അതിന് എത്രത്തോളം കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ടീം കോമ്പിനേഷൻ ഇപ്പോഴും മുൾമുനയിൽ തന്നെയാണ്. ഏതായാലും ഋഷഭ് പന്ത് കളിക്കും, വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഷുൽ കാംബോജ്, ലേറ്റസ്റ്റ് ആയിട്ട് ടീമിൽ ആഡ് ചെയ്ത ആൻഷുൽ കാംബോജിനെ 11ൽ ഉൾപ്പെടുത്തും എന്ന് ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയായിരിക്കും ടീം കോമ്പിനേഷൻ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ ഒരു സംശയത്തിനും ഇടയില്ല. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ. ജയ്സ്വാൾ ചില സമയങ്ങളൊക്കെ ലൂസ് ഷോട്ട് അടിച്ച് വെറുതെ ഇംഗ്ലണ്ടിന് വിക്കറ്റ് കൊടുത്ത് അവർക്കൊരു മേൽക്കൈ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാം ടെസ്റ്റിൽ 2 ഇന്നിങ്സിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് 2-ാം ഇന്നിങ്സിൽ ഒരല്പം കൂടി ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ നിൽക്കേണ്ട ഇല്ലായിരുന്നു. പുള്ളി മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അതിൽ കൾപ്രിറ്റ് ആണ്. എന്താണെങ്കിലും വൺ ഓഫ് ദ കൾപ്രിറ്റ് യശസ്വി ജയ്സ്വാൾ തന്നെയാണ്, അല്ലേ? പിന്നെ പുള്ളിൻ്റെ ശൈലി അതാണ്, നമുക്ക് ഒരുപാട് വിമർശിക്കാനും കഴിയില്ല. ആ ശൈലിയിലൂടെ തന്നെ പുള്ളി വലിയ വലിയ സ്കോറുകൾ, ഡബിൾ സെഞ്ചുറിയും വലിയ സെഞ്ചുറിയൊക്കെ അടിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ ഒരു ടെസ്റ്റിൽ അദ്ദേഹം കാര്യമായ സംഭാവന നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ KL രാഹുൽ, നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻ എന്ന് KL രാഹുലിനെ പറയാം. പ്രത്യേകിച്ച് 2-ാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭയങ്കരമായ ടെമ്പർമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. 2 ടെസ്റ്റുകളിൽ 2-ാം ഇന്നിങ്സിലാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടെസ്റ്റിലും അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹം ട്രൈ ചെയ്തു. നിർഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഓപ്പണിംഗ് അവിടെ സുരക്ഷിതം തന്നെയാണ്. പിന്നെ ഉള്ളതാണ് ഈ ടീം കോമ്പിനേഷനിൽ ഏറ്റവും ചോദ്യങ്ങൾ ഉയർത്തുന്ന, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സ്പോട്ട്, വൺ ഡൗൺ. ശരിക്കും പറഞ്ഞാൽ ചേതേശ്വര പൂജാരിക്ക് ശേഷം ആ ഒരു സ്പോട്ടിലേക്ക് അതേപോലെ കാലിബറുള്ള ഒരു കളിക്കാരനെ ഇതുവരെ ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇത്രയും ബാറ്റ്സ്മാൻമാരെ കൊണ്ട് സമ്പുഷ്ടമായ ഇന്ത്യയിൽ ഒരു മികച്ച ടെക്നിക്കുള്ള ഒരു ക്ലാസിക് ബാറ്റ്സ്മാനെ കണ്ടെത്താൻ കഴിയുന്നില്ലേ? അതോ ഈ പരീക്ഷണങ്ങൾ നടത്തി ആ സ്പോട്ട് അങ്ങ് നശിപ്പിക്കുകയാണോ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൊസിഷനല്ലേ അത്? അത് വലിയൊരു അവസ്ഥ തന്നെയാണ്. ഈ സീരീസിൽ 2 പേരെയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. ആദ്യ ടെസ്റ്റിൽ സായി സുദർശൻ ഡെബ്യൂട്ടായിരുന്നു, അദ്ദേഹത്തിന് ഇറക്കി. അദ്ദേഹം പതച്ചുപോയ ബാല്യം എന്ന ലെവലിലായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കരുൺ നായർ എന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ രാജാവിനെ ഇനി 3-ാം നമ്പറിൽ പരീക്ഷിക്കാമെന്നോർത്ത് 6-ാം നമ്പറിൽ നിന്നെടുത്ത് വൺ ഡൗണിലേക്ക് ഇട്ടു. 2ഉം 3ഉം ടെസ്റ്റ് അദ്ദേഹം വൺ ഡൗണിലാണ് കളിച്ചത്. എന്താ പറയുക, തീർത്തും നിരാശപ്പെടുത്തിയ പ്രകടനം. 5 റണ്ണ്, 10 റണ്ണ്, 40 റണ്ണ് കൊണ്ടൊന്നും ആ ഒരു പൊസിഷനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ കഴിയില്ല. വലിയ 100കൾ നേടേണ്ട ഒരു പൊസിഷനാണ് വൺ ഡൗൺ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1ഉം 2ഉം സെഷൻ നിൽക്കാൻ സാധിക്കേണ്ട ഒരു പൊസിഷനാണ് വൺ ഡൗൺ. അതുമായിട്ട് യാതൊരു വിധ നീതിയും കരുൺ നായർക്ക് പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കരുൺ നായർ ഈ ടെസ്റ്റിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ്. വീണ്ടും സായി സുദർശനെ കൊണ്ടുവരുമോ, അതോ സ്ക്വാഡിലുള്ള അഭിമന്യു ഈശ്വറിനെ കൊണ്ടുവരുമോ? ഈ അഭിമന്യു ഈശ്വരനും കരുൺ നായരെ പോലെ തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ റണ്ണുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് ടൂർ നടത്തിയ ഇന്ത്യ ടീമിൻ്റെ ക്യാപ്റ്റനുമായിരുന്നു. പക്ഷേ എന്തോ ചില ആൾക്കാരോട് അങ്ങനെ ഒരു തൊട്ട് തീണ്ടലുണ്ടല്ലോ, അത് നേരിടുന്ന ഒരു താരമാണ് അഭിമന്യു ഈശ്വർ. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതോ വീണ്ടും കരുൺ നായർക്ക് തന്നെ നമുക്ക് വീഴുമെന്ന് അറിയത്തില്ല. കാരണം ഓൾറെഡി ഈ പരിക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുത്തി കൺഫ്യൂഷൻ ആക്കേണ്ട അവർക്ക് കരുൺ നായർക്ക് ഒരു അവസരം കൂടി കിട്ടുമോ? ഡിയർ ക്രിക്കറ്റ്, ഗിവ് മീ എ ചാൻസ് എന്ന് പറഞ്ഞ കരുൺ നായർക്ക് ചാൻസ് കൊടുത്ത് മുടിഞ്ഞിരിക്കുകയാണ് സെലക്ടേഴ്സും ഇന്ത്യൻ ടീമും. അപ്പോൾ ഇന്നൊരവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണമേ എന്ന് മാത്രമേ കരുൺ നായരോട് പറയാനുള്ളൂ. സെക്കൻഡ് ഡൗൺ ആയിട്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഒന്നും പറയാനില്ല. ഈ സീരീസിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ഒരു താരം തന്നെയാണ് ശുഭ്മാൻ ഗിൽ. എത്ര റെക്കോർഡുകൾ ഇനി തകർക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. ക്യാപ്റ്റൻസിയും അദ്ദേഹം കയറി വരുന്നുണ്ട്. പക്ഷേ ചില ആളുകളുടെ നിരുത്തരവാദപരമായ ഷോട്ടുകളും അല്ലെങ്കിൽ ബൗളിങ്ങും ഒക്കെ കാരണമാണ് ഇന്ത്യ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുന്നത്. ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ കയറിപ്പോകാൻ പറ്റുന്ന ക്യാപ്റ്റൻസിയും ഗില്ലിൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഈ 3 ടെസ്റ്റോടെ മനസ്സിലാക്കിയതാണ്. പിന്നീടുള്ളത് 5ാമത് ഇറങ്ങുന്ന ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയായിരുന്നു. 3-ാം ടെസ്റ്റിനിടയിൽ കൈവിരലിനേറ്റ പരിക്ക് അദ്ദേഹത്തിന് കീപ്പിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി ബാറ്റിങ്ങിന് മാത്രമേ ഇറങ്ങാൻ സാധിച്ചുള്ളൂ. എങ്കിലും ബാറ്റിങ്ങിൽ അദ്ദേഹം പറ്റാവുന്ന രീതിയിൽ ആദ്യ ഇന്നിങ്സിൽ പ്രകടനം കാഴ്ചവെച്ചതാണ്. അപ്പോൾ ഈ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഇറക്കണോ, അദ്ദേഹത്തിനെ ഇറക്കി വീണ്ടും ഈ പരിക്ക് വഷളാക്കണോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇനി ഇറക്കിയാലും കീപ്പിങ്ങിന് ഇറക്കണോ, കീപ്പിംഗ് ഇറക്കാതെ വേറൊരാളെ എടുത്തു കഴിഞ്ഞാൽ ബാറ്റിംഗ് കോമ്പിനേഷൻ, ടീം കോമ്പിനേഷൻ എല്ലാം ആകെ താളം തെറ്റുമല്ലോ. ഇതൊക്കെ വലിയ ആശങ്കയായിരുന്നു. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലാണ് ശരിക്കും ഏറ്റവും ആശങ്ക. അപ്പോൾ അതിനകത്തൊരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഋഷഭ് പന്ത് ഇറങ്ങും, വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അത് ഇന്ത്യക്ക് വലിയൊരു ആശ്വാസകരമാണ്. കാരണം ഇംഗ്ലണ്ട് ബോളേഴ്സ് ഏറ്റവും പേടിച്ച് കാണുന്ന ഒരു ഇന്ത്യൻ
ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യശസ്വി ജയ്സ്വാളോ ശുഭ്മാൻ ഗില്ലോ KL രാഹുലോ ഒന്നുമല്ല, ഋഷഭ് പന്ത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു സെഷൻ അങ്ങോട്ട് ബാറ്റ് ചെയ്താൽ കളിയുടെ സ്വഭാവം അങ്ങ് മാറ്റിക്കളയും, തിരിച്ചു കളയും. അത് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യക്ക് വലിയ ഗുണകരം തന്നെയാണ്. പിന്നീട് ആറാമത് രവീന്ദ്ര ജഡേജ ആയിരിക്കാം. കഴിഞ്ഞ ടെസ്റ്റിൽ ആറാമത് ആദ്യ ഇന്നിംഗ്സിൽ ഇറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അദ്ദേഹം ഈ സീരീസിൽ നിന്നേ പരിക്ക് പറ്റി ഔട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രവീന്ദ്ര ജഡേജ തന്നെയായിരിക്കും ആ പൊസിഷനിലേക്ക് വരിക. രവീന്ദ്ര ജഡേജ ഈ സീരീസിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി ബാറ്റ് ചെയ്ത ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ്. പക്ഷേ എത്രത്തോളം കളിയിൽ ഇമ്പാക്റ്റ് വരുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ആക്രമിച്ച് കളിക്കേണ്ട സമയത്ത്, കാരണം ഇത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ കളിയും കൂടിയാണല്ലോ, ആ സമയത്ത് അദ്ദേഹം പ്രതിരോധത്തിലൂന്നി, അമിതമായ പ്രതിരോധത്തിലൂന്നി ഇംഗ്ലണ്ടിന് മേൽക്കൈ കൊടുക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ടെസ്റ്റ് നമ്മൾ കണ്ടു. ആക്ച്വലി അദ്ദേഹം കാരണമാണ് പിടിച്ചതെന്ന് നമുക്ക് പറയാമെങ്കിലും സ്പിന്നേഴ്സിനെ ആക്രമിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു. അതും പുള്ളി അമിതമായ പ്രതിരോധം ചെയ്ത് അത് ഒരു 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 ആകെ കുഴഞ്ഞു മറിഞ്ഞു. പിന്നെ അവസാനം വാലറ്റക്കാർക്ക് ഒന്നും അവർക്ക് വാലറ്റക്കാരനും മുട്ടുന്നു, അതായത് മുഹമ്മദ് സിറാജും മുംബൈയും മുട്ടുന്നു, ഈ രവീന്ദ്ര ജഡേജ സ്ട്രൈക്ക് ഇടുമ്പോൾ രവീന്ദ്ര ജഡേജ മുട്ടുന്നു. അങ്ങനെ മുട്ടി ലാസ്റ്റ് മുട്ടാപ്പോക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പക്ഷേ അദ്ദേഹം നല്ല കാലിബറുള്ള ഒരു ബാറ്റ്സ്മാനാണ്. ബോളിങ്ങിൽ അത്ര ശോഭിക്കാൻ ഈ സീരീസിൽ സാധിച്ചിട്ടില്ല, എങ്കിലും കുറച്ചും കൂടിയും ഒരു ആക്രമോത്സുകതയൊക്കെ കാണിച്ച് അദ്ദേഹം ഈ ഒരു മത്സരം മികച്ച രീതിയിലാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നീട് ഏഴാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദർ തന്നെയായിരിക്കും. കഴിഞ്ഞ ടെസ്റ്റിൽ മികച്ച പ്രകടനം രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം കാഴ്ചവെച്ചു. വളരെ അപൂർവമായിട്ട് അതായത് ബോളിംഗ് കിട്ടാറുള്ളൂ, കൊടുത്തിട്ട് കാര്യമില്ലാത്ത സ്ഥിതിയാക്കി തന്നെയായിരുന്നു. പക്ഷേ എന്തോ കഴിഞ്ഞ ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ബോളിംഗ് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് ട്രാഫോർഡിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഓൾഡ് ട്രാഫോർഡ് കുറച്ച് സ്പിന്നർ തുണയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഉള്ളത് ബൗളേഴ്സാണ്. ബൗളേഴ്സ് നോക്കുമ്പോൾ ജസ്പ്രീത് ബുംറ തീർച്ചയായും ഈ ടെസ്റ്റിൽ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൺഫർമേഷൻ ഒന്നും ഇവിടെ നിന്ന് വന്നിട്ടൊന്നുമില്ല, ബട്ട് ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. കാരണം പ്രമുഖ ബൗളേഴ്സിനെല്ലാം പരിക്ക് പറ്റി ഇങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോൾ എനിക്ക് വിശ്രമമാണ് വലുത്, എനിക്ക് വർക്ക് ലോഡ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ബുംറ വിചാരിക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ബുംറയെ തീർച്ചയായും ടെസ്റ്റിൽ കോച്ചും ക്യാപ്റ്റനും എല്ലാം ഇറക്കുമോ നമുക്ക് വിശ്വസിക്കാം. ബുംറ ഉണ്ടായേ പറ്റും. ആക്ച്വലി കണക്കുകൾ ബുംറ ഇറങ്ങിയ ഇന്ത്യ തോൽക്കും, ബുംറ ഇറങ്ങിയില്ലെങ്കിലാണ് ഇന്ത്യയുടെ വിജയശതമാനം എന്നൊക്കെ സൂചിപ്പിക്കുമെങ്കിലും ബുംറ ഇല്ലാത്തൊരു ഇന്ത്യ ഒന്നുമല്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ജസ്പ്രീത് ബുംറയെ നമുക്ക് കാണാം. പിന്നീട് മുഹമ്മദ് സിറാജും തീർച്ചയായും ഉണ്ടാവും. ഈ സീരീസിൽ ഓവറുകൾ ഇങ്ങനെ എറിഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വിശ്രമം വേണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തൊരു താരമാണ്. എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള രണ്ടാമത്തെ കാര്യമാണെങ്കിലും ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ പണി ചത്ത് ചെയ്യുന്ന ഒരു ബോളറാണ് മുഹമ്മദ് സിറാജ്. മുഹമ്മദ് സിറാജും ഉറപ്പിക്കാം. പിന്നീട് ആകാശ് ദീപ് എന്ന് പറയുന്ന ഈ സീരീസിലെ മറ്റൊരു മികച്ച ബോളർ റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ് ഈ ഒരു ടെസ്റ്റിൽ നിന്നും. മിക്കവാറും ഈ സീരീസിൽ നിന്ന് ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പകരം അൻഷുൽ കാംബോജിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അത്യാവശ്യം ബാറ്റിംഗ് ചെയ്യുന്ന ഒരു പേസറാണ്. അപ്പോൾ പുള്ളി ഡൊമസ്റ്റിക്കിൽ വിക്കറ്റുകൾ കൊയ്തുകൊണ്ടിരുന്ന ഒരു ബൗളറാണ്. ഇംഗ്ലണ്ട് ലയൺസിനെതിരെയുള്ള മത്സരത്തിലും മികച്ച രീതിയിൽ കളിച്ച ആളാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് അദ്ദേഹത്തിന് ഒരു ഡെബ്യൂട്ടും മാസമരിക്ക ബോളിങ്ങും കാണാൻ നമുക്ക് വിശ്വസിക്കാം. ജസ്പ്രീത് ബുംറ എറിയുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് നല്ലൊരു സപ്പോർട്ട് ഇല്ലാതാണ് ഈ ടെസ്റ്റിൽ നമ്മൾ കാണുന്നത്. ജസ്പ്രീത് ബുംറ മികച്ച രീതിയിൽ എറിയുമ്പോൾ സിറാജിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് കുറവാണ്. ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിൽ സിറാജ് അത്ത് ബോൾ ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അത് അൻഷുൽ കാംബോജിൻ്റെ കയ്യിൽ ഉണ്ടാവും നമുക്ക് വിശ്വസിക്കും. പിന്നീട് ഒരു സ്പോട്ടും കൂടിയാണുള്ളത്. അത് ആരെ ഇറക്കും? അത് മൂന്നാം സ്പിന്നറായിട്ട് കുൽദീപ് യാദവിനെ ഇറക്കുമോ, അതോ പേസറായ പ്രസീദ് കൃഷ്ണയെ ഇറക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഉള്ളത്. തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം ഈ പിച്ച് സ്പിന്നിനെ തുണയ്ക്കുന്ന അല്ലെങ്കിലും കുൽദീപ് യാദവിനെ ഇറക്കുന്നതാണ്. പ്രസീദ് കൃഷ്ണയെ പോലത്തെ ഒരു വേസ്റ്റ് ബൗളർ, അതായത് ടെസ്റ്റിൽ 5.5 6 ഇക്കോണമി റേറ്റ് ഉള്ള ഒരു ബൗളർ ഈ ലോകത്തിൽ വേറെയില്ല. റെക്കോർഡ് കൊണ്ട് പുള്ളിക്ക് തകർന്ന് കിടക്കുന്ന ഇംഗ്ലണ്ട് പ്രസീദ് കൃഷ്ണനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഹരവാണ്. അടിച്ചങ്ങോട്ട് സ്കോർ കയറ്റുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രസീദ് കൃഷ്ണനെ ഇറക്കല്ലേ, ദയവ് ചെയ്ത് ഷാർദുൽ ഠാക്കൂറിനെ ഇറക്കല്ലേ, കുൽദീപ് യാദവിനെ ഇറക്കുക. മികച്ച ബൗളറാണ്. പക്ഷേ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് തന്നെ ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥയാണ്. ഇവരെക്കാളും മെച്ചമാണ്, അല്ലെങ്കിൽ അതിൽ ബാറ്റ്സ്മാന് പകരം ഇറക്കുക. എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരു കോമ്പിനേഷൻ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്ത് കോമ്പിനേഷൻ ആയാലും ഇവിടെ ജയിച്ചേ നോക്കുള്ളൂ. 2019 വേൾഡ് കപ്പ് സെമിയിൽ ന്യൂസിലാൻഡിനോട് ധോണി റൺ ഔട്ട് ആയിക്കൊണ്ട് തോറ്റ ആ ഗ്രൗണ്ട് തന്നെയാണ്. നമുക്കറിയാലോ, ആ മത്സരം നമുക്ക് മറക്കാൻ സാധിക്കില്ല. അവസാന 45 മിനിറ്റിലെ കളിയാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ആ ഒരു വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടത്. അതുവരെയുള്ള മത്സരങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ വിജയിച്ചു വന്ന സെമിയിലെത്തിയ ടീമാണ് അവസാന ഒരു 45 മിനിറ്റ് കൊണ്ടെല്ലാം തൊലച്ച് കളഞ്ഞത്. എന്ത് തന്നെയായാലും ആ ഒരു ആഘാതത്തോടു കൂടി തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും പ്ലെയേഴ്സ് ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതൊക്കെ അങ്ങോട്ട് തേച്ച് വായിച്ച് 2-2 എന്ന സ്കോർ ലെവലിലേക്ക് ഈ സീരീസ് എത്തിക്കാൻ ഇന്ന് തുടങ്ങുന്ന ഈ ടെസ്റ്റിനാവട്ടെ. ബാവുക.